വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യനിർവഹണ വിഭാഗം എന്ന ടോപ്പിക്കിന്റെ ബാക്കി ഭാഗമാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഒപ്പം ഉദ്യോഗസ്ഥ വൃന്ദം എന്നീ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി കാര്യനിർവഹണ വിഭാഗത്തിനുള്ളിൽ വരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ പറ്റി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ആദ്യം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് സ്കൂൾ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ കൂടി പഠിക്കാം. ആദ്യം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമന്ത്രി, നമുക്കറിയാം തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരനും ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പൗരനുമാണ്. എന്നാൽ തുല്യരിൽ ഒന്നാമൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം എന്താണ്? പ്രധാനമന്ത്രിയാണ്. ഇനി ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഗവൺമെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപിലാണ്. ഇനി പ്രധാനമന്ത്രി രാജി സമർപ്പിക്കുന്നതോ അതും രാഷ്ട്രപതിക്ക് മുന്നിലാണ്. ഇനി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ആരാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്, രാജി സമർപ്പിക്കേണ്ടത്, ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതും ആർക്ക് മുൻപിലാണ്? രാഷ്ട്രപതിക്ക് മുൻപിലാണ്. ഇതെല്ലാം വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഒരു വട്ടം മാത്രം പറഞ്ഞു പോകുന്നത്. അടുത്ത പോയിന്റ്, പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി പ്രധാനമന്ത്രിയായാൽ അംഗത്വം നേടേണ്ട സമയപരിധിയാണ് 6 മാസം. അപ്പോൾ പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹം 6 മാസത്തിനുള്ളിൽ എന്ത് വേണം? അംഗത്വം നേടിയിരിക്കണം, അതായത് മത്സരിച്ച് ജയിച്ചിരിക്കണം. ഇനി അറ്റോർണി ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെ രാഷ്ട്രപതി നിയമിക്കുന്നത് ആരുടെ ശുപാർശയോടെയാണ്? പ്രധാനമന്ത്രിയുടെ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് ആര്? രാഷ്ട്രപതി അറ്റോർണി ജനറലിനെയും അതുപോലെ തന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും നിയമിക്കുന്നത്. പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പാർലമെന്റ് വിളിച്ചുകൂട്ടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ആരുടെ ആവശ്യപ്രകാരമാണ്? പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ്. ലോക്സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ലോക്സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്തായിട്ട് നമുക്ക് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 അനുച്ഛേദങ്ങൾ പഠിക്കാം. അനുച്ഛേദം 75 പറയുന്നു പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പ്രധാനമന്ത്രിയെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 75 75. ഞാൻ ഈ അക്കങ്ങൾ വിളിച്ചു പറയുന്നത് ചിലർ സ്ക്രീൻ നോക്കാതെ ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അനുച്ഛേദം 88 പറയുന്നു മന്ത്രിമാർക്കെല്ലാം പാർലമെന്റിന്റെ ഇരു സഭകളിലും പങ്കെടുക്കുവാനും പ്രസംഗിക്കാനും അവകാശം ലഭിക്കുന്നു. മന്ത്രിമാർക്കെല്ലാം പാർലമെന്റിന്റെ ഇരു സഭകളിലും പങ്കെടുക്കാനും പ്രസംഗിക്കാനും അവസരം ലഭിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 88. അപ്പോൾ 75 പറയുന്നു പ്രധാനമന്ത്രിയെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെന്ന്. അനുച്ഛേദം 88 പറയുന്നു മന്ത്രിമാർക്കെല്ലാം പാർലമെന്റിന്റെ ഇരു സഭകളിലും പങ്കെടുക്കാനും പ്രസംഗിക്കാനും അവസരം ലഭിക്കുന്നു എന്ന്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ സംഖ്യ അല്ലെങ്കിൽ എണ്ണം ആകെ ലോക്സഭാ അംഗങ്ങളുടെ 15% അധികം ആകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തിയ ഭേദഗതിയാണ് 2003 91 ഭേദഗതി. 2003 91 ഭേദഗതിയിൽ പറയുന്നു മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സംഖ്യ ആകെ ലോക്സഭാ അംഗങ്ങളുടെ 15% അധികമാകാൻ പാടില്ല എന്ന്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. 2003 91 ഭേദഗതിയിലാണ് ഇത് പറയുന്നത്. ഇനി 8ാം ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകത്തില് എന്താണ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ നോക്കാം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും എന്ത്? പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. ലോക്സഭയില് ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും എന്ത്? പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. ഇനി പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ താഴെ സൂചിപ്പിക്കുന്നു, നോക്കാം.
ഒന്നാമത്തെ പോയിന്റ് ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, ലോക്സഭയുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. എവിടെയാണ്? ക്യാബിനറ്റ് മീറ്റിങ്ങുകളിലാണ് അല്ലെ. ഇനി മൂന്നാമത്തെ പോയിന്റ് മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. 4 പോയിന്റ് ഒന്നുകൂടി പറയാം. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, നാലാമതായിട്ട് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് മന്ത്രിസഭയുടെ ചുമതലകൾ നോക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ ഇത് 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ പോയിന്റ് ആണ്. 9ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസിന്റെ പുസ്തകത്തിലെ പോയിന്റ്സ് ആണ്. നോക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ: രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും എന്ത് ചെയ്യണം? ഡ്രാഫ്റ്റ് ചെയ്യുക. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന രാഷ്ട്രപതി എന്നറിയാം. എന്നാൽ ഇവിടെ എന്താണ്? ബില്ലുകളും ഓർഡിനൻസുകളും എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആരാണ്? മന്ത്രിസഭയാണ്. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. അവസാനമായിട്ട് ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. തുടങ്ങി 6 പോയിന്റ് ആണ് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നത് മന്ത്രിസഭയുടെ ചുമതലകളുമായി ബന്ധപ്പെട്ട്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ പോയിന്റ് രാജ്യഭരണം നിർവഹിക്കുക. മന്ത്രിസഭയുടെ ചുമതലകളാണ് രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. മൂന്നാമത്തെ പോയിന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. നാലാമത്തെ പോയിന്റ് ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. LGS ലെവൽ പരീക്ഷയ്ക്കാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ 6 പോയിന്റ്സും പഠിക്കണം. സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ 6 പോയിന്റ്സും ഒന്നുകൂടെ വായിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് ഇനി മന്ത്രിമാരെ പറ്റി നോക്കാം. നമുക്കറിയാം മന്ത്രിമാര് 3 തരമുണ്ട് അല്ലെ. മന്ത്രിമാര് 3 തരമുണ്ട്. നോക്കാം. ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, ഉപമന്ത്രിമാരുണ്ട്, സഹമന്ത്രിമാരുണ്ട്. ഏതൊക്കെ തരമാണ്? ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ അല്ലെ. ഇനി ഭരണവ്യവസ്ഥയുടെ തലപ്പത്തെ നിയന്ത്രണ സംവിധാനം അറിയപ്പെടുന്നത് ക്യാബിനറ്റ് എന്നാണ്. ഭരണവ്യവസ്ഥയുടെ തലപ്പത്തെ നിയന്ത്രണ സംവിധാനം അറിയപ്പെടുന്നത് എന്താണ്? ക്യാബിനറ്റ് എന്നാണ്. പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അതുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരാണ് എന്ത്? പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതാത് വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ളവരെയാണ് എന്ത് പറയുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പറയുന്നത്. അവർക്ക് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അടുത്ത പോയിന്റ് ക്യാബിനറ്റ് മന്ത്രിമാരുടെ സഹായികളാണ് ആര്? സഹമന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിമാരുടെ സഹായികളാണ് ആര്? സഹമന്ത്രിമാർ. ഇവർക്ക് സ്വതന്ത്ര ചുമതലയില്ല. അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ മേൽനോട്ടം എപ്പോഴും ഇവരിൽ ഉണ്ടായിരിക്കും. എന്താ പറഞ്ഞത്? ക്യാബിനറ്റ് മന്ത്രിമാരുടെ സഹായികളാണ് ആര്? സഹമന്ത്രിമാർ. ഇവർക്ക് സ്വതന്ത്ര പദവിയില്ല. ക്യാബിനറ്റ് മന്ത്രിമാരുടെ മേൽനോട്ടം എപ്പോഴും ഇവരിൽ ഉണ്ടായിരിക്കും. അടുത്തായിട്ട് സഹമന്ത്രിമാരുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആര്? ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആരാണ്? സഹമന്ത്രിമാരുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഓർത്തിരിക്കുക. നിലവിലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ്. ആരാണ്? TV സോമനാഥനാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? സഹമന്ത്രിമാരുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി എന്ന പദവി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഉപമന്ത്രിമാർ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാർ എന്ത് ചെയ്യുന്നു? വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. ഇനി 8ാം ക്ലാസ്സിലെ പുസ്തകത്തില് കേന്ദ്ര മന്ത്രിസഭയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എന്ത്? കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഇത് അടിവരയിട്ട് തന്നെ പഠിക്കണം. ആരാണ്? മന്ത്രിസഭയാണെന്ത്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? മന്ത്രിസഭയാണ്. ഇനി
ശ്രദ്ധിച്ചേ, നമ്മൾ രാഷ്ട്രപതിയെ പറ്റി പഠിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെയോ രാഷ്ട്രപതിയിൽ അങ്ങനെ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ തിരിച്ചും മറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഈ ഡയഗ്രം നോക്കാം. പ്രധാനമന്ത്രി, പിന്നീട് ക്യാബിനറ്റ് മന്ത്രിമാര്, അവരുടെ എന്താണ് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയാണ് അല്ലെ ക്യാബിനറ്റ് മന്ത്രിമാർക്കുള്ളത്. പിന്നീട് ആരാ ഉള്ളത്? സഹമന്ത്രിമാര്. സഹമന്ത്രിമാർക്ക് എന്താണ്? ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്ന ചുമതലയാണുള്ളത്. ഇനി ഉപമന്ത്രിമാർ എന്താണ്? വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് +1 പുസ്തകത്തില് +1 പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനമന്ത്രിയും മന്ത്രിസഭ എന്നൊരു ഭാഗം കിടപ്പുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തില് അവിടെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. നോക്കാം. പ്രധാനമന്ത്രി, ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ എന്നാൽ ആരാടെ? പ്രധാനമന്ത്രിയാണ് അല്ലെ? ജനങ്ങളുടെ കണ്ണില് സർക്കാർ എന്നാൽ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിക്കുള്ള പ്രാധാന്യം കാരണം ചില നിരീക്ഷകർ പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചില നിരീക്ഷകര് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ എന്നാൽ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ചില നിരീക്ഷകര് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെന്റ് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പ്രസിഡന്റിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമുള്ള മന്ത്രിസഭയുടെ തലവനായാണ് ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിയെ കാണുന്നത്. എന്താണ്? പ്രസിഡന്റിനെ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമുള്ള മന്ത്രിസഭയുടെ തലവനായാണ് ഇന്ത്യൻ ഭരണഘടന ആരെ കാണുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത്. പ്രസിഡന്റാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. ലോക്സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെയോ കൂട്ടുകക്ഷിയുടെയോ നേതാവിനെയാണെന്ത്? സർക്കാർ ഉണ്ടാക്കുന്നതിന് പ്രസിഡന്റ് ക്ഷണിക്കുന്നത്, അതായത് പ്രധാനമന്ത്രിയാക്കുന്നത്. എന്താണ്? നമ്മൾ പറഞ്ഞു, പ്രസിഡന്റാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. ലോക്സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെയോ കൂട്ടുകക്ഷിയുടെ നേതാവിനെയാണെന്ത്? പ്രധാനമന്ത്രിയാക്കാനായിട്ട് അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാന് രാഷ്ട്രപതി ക്ഷണിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ താഴെ പറയുന്നവയാണ്. നോക്കാം. നിയമനിർമ്മാണ നിർദ്ദേശങ്ങളും ഭരണനിർവഹണവും സംബന്ധിച്ച എല്ലാ മന്ത്രിസഭാ ചർച്ചകളും രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ അറിയിക്കണം. എന്താ പറഞ്ഞത്? നിയമനിർമ്മാണ നിർദ്ദേശങ്ങളും ഭരണനിർവഹണവും സംബന്ധിച്ച എല്ലാ മന്ത്രിസഭാ ചർച്ചകളും പ്രസിഡന്റിനെ അറിയിച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഭരണവും നിയമനിർമ്മാണവും സംബന്ധിച്ച് പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ നൽകണം. ആര് നൽകണോടെ? പ്രധാനമന്ത്രി നൽകണം. ഭരണവും നിയമനിർമ്മാണവും സംബന്ധിച്ച് പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് നൽകണം. മൂന്നാമത്തെ പോയിന്റ്, ഏതെങ്കിലും വിഷയത്തിൽ ഒരു മന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കണം. എന്താണ്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രപതി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കണം. ആര്? പ്രധാനമന്ത്രി. ഇനി പ്രധാനമന്ത്രിയും മന്ത്രിസഭയും, അതായത് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസ്താവന രീതിയിൽ ഉറപ്പായും ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ട് വരും. തിരിച്ചു മറിച്ചും ഒക്കെ അവർ ചോദിക്കും. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളുമാണ്. ഒന്നാമത്തെ പോയിന്റ്, ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നു. ആര്? പ്രധാനമന്ത്രി. സർക്കാർ നയങ്ങൾ വിശദീകരിക്കുന്നു, പ്രതിരോധിക്കുന്നു പ്രധാനമന്ത്രി. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ അധ്യക്ഷൻ, നാലാമത്തെ പോയിന്റ്, മന്ത്രിസഭയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അഞ്ചാമത്തെ പോയിന്റ്, സർക്കാരിന്റെ തലവനാണ്. സർക്കാരിന്റെ തലവന് പ്രധാനമന്ത്രിയാണ്. സർക്കാർ രൂപീകരിക്കുന്നു. ആരാണ്? പ്രധാനമന്ത്രിയാണ്. വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു മറ്റ് മന്ത്രിമാർക്ക്. വകുപ്പുകൾ വിഭജിച്ച് നൽകുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. മൊത്തം 8 പോയിന്റ്സ് ഉണ്ട്, പഠിച്ചിരിക്കണം. എന്താണ്? പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളുമാണ് പറയുന്നത്. ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സർക്കാർ നയങ്ങൾ വിശദീകരിക്കുന്നു, പ്രതിരോധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, നീതി ആയോഗിന്റെ ചെയർമാനാണ്. നാലാമത്തെ പോയിന്റ്, മന്ത്രിസഭയുടെ അധ്യക്ഷനാണ്. അഞ്ചാമത്തെ പോയിന്റ്, സർക്കാരിന്റെ തലവനാണ്. ആറാമത്തെ പോയിന്റ്, സർക്കാർ രൂപീകരിക്കുന്നു. ഏഴാമത്തെ പോയിന്റ്, വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു. എട്ടാമത്തെ പോയിന്റ്, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. ആരാണ്? പ്രധാനമന്ത്രി. ഇനി അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണത്തിൽ പ്രസിഡന്റിനെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമായിട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആർട്ടിക്കിൾ 74 പറഞ്ഞിരുന്നു അല്ലെ? ആർട്ടിക്കിൾ 74 പറഞ്ഞിരുന്നു. എന്താണ്? കാര്യനിർവഹണത്തില്
പ്രസിഡന്റിനെ സഹായിക്കാനും ഉപദേശിക്കുവാനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രസിഡന്റാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രസിഡന്റാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞല്ലേ, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു അല്ലെ. പക്ഷേ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിന് ഉപദേശം കൊടുക്കുന്നത്, ആരെയൊക്കെയാണ് ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരാക്കേണ്ടത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതി മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ പാരഗ്രാഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണിത്. ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ആർക്കുണ്ട്? അതായത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ആരോടാണ്? കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടത്. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പുകളിലെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും മാത്രമല്ല മറ്റു വകുപ്പുകളിലെ പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഓരോ മന്ത്രിമാർക്കും. അതുപോലെ ഒരു മന്ത്രിക്ക് മറ്റ് വകുപ്പുകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കണം. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ എല്ലാ മന്ത്രിമാരും അനുസരിക്കാനും ന്യായീകരിക്കാനും ബാധ്യസ്ഥരായിരിക്കും. ഏതെങ്കിലും മന്ത്രിസഭാ തീരുമാനങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ എന്താണ്, അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണം. ഓക്കെ, ഇനി വിവിധ തരം മന്ത്രിമാരെ പറ്റി പറഞ്ഞിരിക്കും. നമ്മളിത് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ പഠിച്ചു. ഒന്നുകൂടെ നോക്കാം. എന്നാലും ക്യാബിനറ്റ് മന്ത്രിമാർ, മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതല അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ളവരെ എന്ത് പറയും, നമ്മളെ ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് പറയും അല്ലെ. ഇനി സഹമന്ത്രിമാര്, വകുപ്പുകളുടെ ഭരണനിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന സഹമന്ത്രിമാരാണ്. അവസാനമായിട്ട് ഉപമന്ത്രിമാരോ? സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപമന്ത്രിമാർ. സഹമന്ത്രിമാരുടെ കീഴിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ഉപമന്ത്രിമാര് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സുരേഷ് ഗോപി സാറെ എന്തിന് ഉദാഹരണമാണ്? സഹമന്ത്രിക്ക് ഉദാഹരണമാണ് അല്ലെ. അടുത്തായിട്ട് നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തിൽ അവസാനം വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസിയെ പറ്റി പഠിക്കാം. നമ്മൾ ആദ്യം 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ബ്യൂറോക്രസിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് +1 പുസ്തകത്തിലെ കൂടെ പഠിക്കേണ്ടതുണ്ട്. കാരണം +1 പുസ്തകത്തിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ടോപ്പിക്ക് പഠിക്കുമ്പം ഏതൊക്കെ SCRT ഏതൊക്കെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്കും ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥരിലൂടെയാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. ഇതാണ് രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എന്ത് വിളിക്കുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 5 പഠിച്ചു വെക്കണം. ഈ 5 പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ 5 ഒരെണ്ണം മാറ്റിയിട്ട് ഇതിൽ പെടാത്തത് ചോദിക്കും, വേറെണ്ണം കയറ്റി അങ്ങനെ വെച്ച് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ 5 എന്താണെന്ന് പഠിച്ചിരിക്കണം. ഒന്നാമത്തേത് ശ്രേണിപരമായ സംഘടനം, പിന്നെ രണ്ടാമത്തേത് സ്ഥിരത, മൂന്നാമത്തേത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, നാലാമത്തേത് രാഷ്ട്രീയ നിഷ്പക്ഷത, അഞ്ചാമത്തേത് വൈദഗ്ധ്യം. ഇനി ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് ശ്രേണീപരമായ സംഘാടനം നോക്കാം, അഥവാ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ നോക്കാം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. താഴെ തലങ്ങളിലേക്ക് വരുന്തോറും എന്താണ്, കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി എന്ത് പറയും? ശ്രേണീപരമായ സംഘാടനം എന്ന് പറയും. ഓക്കെ, അടുത്തത് സ്ഥിരത അല്ലെങ്കിൽ പെർമനൻസ് നോക്കാം. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം അല്ലെങ്കിൽ നിശ്ചിത സേവന കാലാവധി ഉണ്ടായിരിക്കും. നമ്മളോട് ഇപ്പം പ്രൈവറ്റ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ
വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്കൊരു നിശ്ചിത പ്രായം, ഒരു പെൻഷൻ പ്രായമുണ്ട്. അതുവരെ നമുക്ക് മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇനി യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം അഥവാ അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് ഡിഗ്രി തല എക്സാം എഴുതി ഡിഗ്രി തല പോസ്റ്റുകളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഓരോന്നിനും ഓരോ യോഗ്യതയുണ്ട്. ഡിഗ്രി ഉള്ളവർക്ക് LGS ആകാൻ പറ്റുമോ? ഇല്ല, നിലവിൽ പറ്റത്തില്ല. ഓക്കെ, അതാണ് യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നിയമനം എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. അതാണെന്ത്? രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന് പറയുന്നത്. അവസാനത്തെ പോയിന്റ് എന്താണ്? വൈദഗ്ധ്യം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ എന്താണ്? വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അതായത് അവർ ആ തൊഴിൽ എന്താണ് തൊഴിൽ ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം, വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്താണ് വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം, അവര് പ്രൊഫഷണലിസ്റ്റ് ആയിരിക്കണം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലില് വൈദഗ്ധ്യമുള്ളവർ ആയിരിക്കണം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് എന്തുണ്ട്? ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ, പ്രധാനപ്പെട്ട പോയിന്റാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ ഗവൺമെന്റ് സർവീസിലുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ അപേക്ഷിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ കുറെ ലിസ്റ്റുകളിലുണ്ട്. ഇനി നമ്മൾ ലിസ്റ്റിൽ വരും, നമ്മൾ ജോലി വാങ്ങിച്ചിരിക്കും. നോക്കാം. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണിത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെന്റ് സർവീസുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാവരും എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. എന്താ പറഞ്ഞത്? ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എല്ലാവരും എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ വർഗീകരണം സൂചിപ്പിക്കുന്ന ചാർട്ട് നമുക്ക് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് അതിനെ മൂന്നായിട്ട് ഓൾ ഇന്ത്യ സർവീസ് എന്ന്, പിന്നെ സെൻട്രൽ സർവീസ് എന്ന്, സ്റ്റേറ്റ് സർവീസ്, അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ്. അഖിലേന്ത്യാ തലം കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതാണെന്ത്? അഖിലേന്ത്യാ സർവീസ്. അഖിലേന്ത്യ അല്ലെങ്കിൽ അതുകൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ഇവരെ നിയമിക്കപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന എവിടെയാണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഉദാഹരണം നോക്കാം. IAS, IPS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്തിന് ഉദാഹരണമാണ്? അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. നമ്മൾ കൂടുതൽ ഉദാഹരണം +1 പുസ്തകം ഈ പോയിന്റ് വായിച്ചു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഉദാഹരണം നമുക്ക് കിട്ടും. ഇനി അടുത്തത് കേന്ദ്ര സർവീസ് നോക്കാം. ഇതും ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. മറ്റേതോ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഏത്? അഖിലേന്ത്യാ സർവീസ്. എന്നാൽ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര സർവീസും എന്താണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി ഉദാഹരണം നോക്കാം. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ കേന്ദ്ര സർവീസുകൾക്ക് മാത്രം ഉദാഹരണമാണ്. അടുത്ത അവസാനമായിട്ട് സംസ്ഥാന സർവീസ് നോക്കാം. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം എന്താണ്? സെയിൽ ടാക്സ് ഓഫീസർ. നോക്കാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPC ആണ്. നമുക്കറിയാം. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ എവിടെയുണ്ട്? UPSCക്ക് ഉണ്ട്. അതുപോലെ സംസ്ഥാന തലത്തിലാണല്ലോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുപോലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണെന്നും ഓർത്തിരിക്കുക. ഇനി നമുക്ക് +1 പുസ്തകത്തിൽ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് പഠിക്കാം. സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസി
പെർമനന്റ് എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസി. നമുക്കറിയാം സ്ഥിരം എക്സിക്യൂട്ടീവിൽ പെടുന്നതാണെന്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, +1 പുസ്തകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ എന്നിവർ മാത്രമാണോ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത്? അല്ല. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ മന്ത്രിമാരെ സഹായിക്കുന്നത് ആരാണ്? സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന ബ്യൂറോക്രസിയാണ് എന്ത് രാജ്യത്തിന്റെ ദൈനംദിന ഭരണനിർവഹണം നടത്തുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയാണെന്ത് ബ്യൂറോക്രസി എന്ന് പറയപ്പെടുന്നത്. ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും ഉൾപ്പെടുന്നു. ശ്രേണികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പ്രദായത്തിൽ ഓരോ ശ്രേണിയും അടുത്ത ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഓരോ ബ്യൂറോക്രാറ്റും വിവേകശാലിയും നല്ല ഭരണകർത്താവും ആയിരിക്കണമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും ഉൾപ്പെടുന്നു. ശ്രേണികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പ്രദായത്തിലെ ഓരോ ശ്രേണിയും അടുത്ത ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കാം, ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേക വൈദഗ്ധ്യം, ചുമതല വിഭജനം, ശ്രേണീക്രമം, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം. നമ്മൾ 10ാം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഈ പോയിന്റ്സിൽ മാറ്റം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. ഒന്നാമത്തെ പോയിന്റ് പ്രത്യേക വൈദഗ്ധ്യം, ചുമതല വിഭജനം, ശ്രേണീക്രമം. നാലാമത്തേത് യോഗ്യതാ തലത്തിലുള്ള നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം. ഇത് തന്നെയാണ് അവിടെ ഏകദേശം പറയുന്നത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി നോക്കാം. സിവിൽ സർവീസ്. എന്താണ് സിവിൽ സർവീസ്? പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ബ്യൂറോക്രസിയെ സിവിൽ സർവീസ് എന്നും വിളിക്കുന്നു. ആധുനിക രാഷ്ട്രങ്ങളുടെ എല്ലാം ലക്ഷ്യം ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കലാണ്. ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾ ബഹുമുഖമായ സേവനങ്ങളാണ് നിർവഹിക്കുന്നത്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി എന്നീ കാരണങ്ങളാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സമൂലവും സങ്കീർണവുമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്ര സങ്കല്പത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളിലും സിവിൽ സർവീസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി. അടുത്തതായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഭാഗം 14 എന്ത് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും ഭരണഘടനയിൽ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ഭരണഘടന പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭകളിലെയും അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് നോക്കാം. ഇതിന്റെ ഘടന നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. നോക്കാം, ഇന്ത്യൻ സിവിൽ സർവീസിനെ അഖിലേന്ത്യാ സർവീസ് എന്നും അതുപോലെ സംസ്ഥാന സർവീസ് എന്നും കേന്ദ്ര സർവീസ് എന്നും 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. നോക്കാം, ആദ്യമായിട്ട് അഖിലേന്ത്യാ സർവീസ് നോക്കാം. ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതും ആയ സർവീസുകളെ എന്ത് പറയും? അഖിലേന്ത്യാ സർവീസുകൾ എന്ന് പറയും. IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. IAS, IPS നമ്മൾ ഇത് മാത്രമേ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ +1ലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദാഹരണങ്ങളുണ്ട്. IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എന്നിവ അഖിലേന്ത്യാ സർവീസുകളാണ്. ഏതൊക്കെയാണ്? IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. ഓക്കെ, അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നിയമനത്തിന്റെ രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസിലെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര സർവീസ് നോക്കാം. കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണനിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളെ കേന്ദ്ര സർവീസുകൾ എന്ന് പറയും. അതായത് സെൻട്രലിസ്റ്റിൽ പെടുന്ന, അതായത് കേന്ദ്ര പട്ടികയിൽപ്പെടുന്ന ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഭരണനിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളെ എന്ത് പറയുന്നു? കേന്ദ്ര സർവീസുകൾ എന്ന് പറയുന്നു. അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന എല്ലാ വിഷയങ്ങളുമായിട്ടുള്ള ഭരണനിർവഹണത്തിനായിട്ട് രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളെയാണ് നമ്മൾ പറയുന്നത് കേന്ദ്ര സർവീസുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദേശ സർവീസ്
ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ വിദേശ സർവീസ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത് അതാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എവിടെയാണ് വരുന്നത്? അത് ഓൾ ഇന്ത്യ സർവീസ് ആണ്, അഖിലേന്ത്യാ സർവീസ് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. എന്നാൽ ഇന്ത്യൻ ഫോറിൻ സർവീസോ അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശ സർവീസോ അത് കേന്ദ്ര സർവീസ് ആണ്. അപ്പോൾ നമുക്ക് കേന്ദ്ര സർവീസിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയവ ഇതിൽ പെടുന്നു. ഏതൊക്കെയാണ് കേന്ദ്ര സർവീസിൽ വരുന്നത്? ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ, പിന്നെ എന്താണ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. ഇതാണ് കേന്ദ്ര സർവീസിൽ പെടുന്നത്. ഈ സർവീസുകൾക്ക് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കെയിലും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. സംസ്ഥാന പട്ടികയിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ് തിരഞ്ഞെടുക്കുന്നത്. നിയമന രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. എവിടെ? സംസ്ഥാന സർവീസിലൊക്കെ ഓരോന്നിന്റെയും ഉദാഹരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് നിയമിക്കുന്നത്, ആരാണ് സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസ്ഥാന രീതിയിൽ ചോദ്യങ്ങൾ വരും, പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ടോപ്പിക്കോട് കൂടി നമ്മുടെ കാര്യനിർവഹണ വിഭാഗം എന്ന ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. അതായത് നിയമനിർമ്മാണ വിഭാഗം പഠിക്കാനുണ്ട്, നീതിന്യായ വിഭാഗം പഠിക്കാനുണ്ട്. അടുത്തായിട്ട് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതും SCERT 5 മുതൽ +1 വരെയുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതെല്ലാം എടുത്തിട്ട് നമുക്ക് പഠിക്കാം. അതായത് 10th ലെവൽ മുതൽ ഡിഗ്രി തലം വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കുക എല്ലാ കാര്യങ്ങളും. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ചാനൽ എത്തിച്ചു കൊടുത്ത് അവരെ കൂടി നമ്മുടെ ചാനലിലെ ഭാഗമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവർക്കും എത്രയും വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.